ഹലോ കൂട്ടുകാരെ, സാന്ത്വനം 2ൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ ശ്രീദേവി മുറി അടിച്ചു വാരിയപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് മീനാക്ഷിയെ ഏൽപ്പിച്ച ശേഷം മിത്രയ്ക്ക് ദേവിയെ വല്ലാത്ത സംശയം തോന്നുന്നതായി കാണിക്കുന്നുണ്ട്. മിത്ര ഈ കാര്യം അടുക്കളയിൽ വന്ന് ഗോമതിയോടും മീനാക്ഷിയോടും പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ മീനാക്ഷി ഏട്ടത്തിയുടെ ഡോക്യുമെൻ്റ് അടങ്ങിയ ആ പേപ്പർ പെട്ടെന്ന് കിട്ടുന്നു. അതും ദേവി ഏട്ടത്തി റൂം അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിട്ടിയത്. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ചെറിയൊരു സംശയം തോന്നുന്നില്ലേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ശ്രീദേവി അടുക്കളയുടെ ഒരു സൈഡിൽ നിന്നും മറഞ്ഞത് ഇവർ പറയുന്നതെല്ലാം കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർക്ക് എന്നെ സംശയം തോന്നുന്നുണ്ടോ എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ദേവിയെ കാണിക്കുന്നുണ്ട്. പിന്നീട് ദേവി അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ഇവർ പറയുന്നത് കേട്ടിട്ട് ദേവി പെട്ടെന്ന് അടുക്കളയിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. മീനാക്ഷി മിത്രയോട് പറയുന്നു, മറ്റാരുടെയും കണ്ണിൽ കാണിക്കാതെ ഈശ്വരൻ ദേവിയേട്ടത്തിയുടെ കണ്ണിൽ തന്നെ ആ പേപ്പർ കാണിച്ചില്ലേ? അപ്പോൾ ശ്രീദേവി മീനാക്ഷിയോട് ചോദിക്കുന്നു, അതെന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞതെന്ന് ഒരു ടെൻഷൻ അടിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീദേവിയുടെ അമ്മ വീട്ടിൽ വരുന്നതായിട്ടാണ്. അപ്പോൾ ബാലൻ ശ്രീദേവിയുടെ അമ്മയോട് പറയുന്നു, ആനന്ദിൻ്റെയും ശ്രീദേവിയുടെയും ടൂർ പാക്കേജിൻ്റെ ഫുൾ ചെലവ് അത് ഞാൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേട്ട ദേവിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ദേവിയുടെ അമ്മ മനസ്സിൽ പറയുന്നു, ഭഗവാനെ ഒത്തിരി നന്ദി എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആനന്ദും ആകാശും അളിയനും ആര്യനും എല്ലാവരും കൂടി പുറത്തു നിന്ന് സംസാരിക്കുന്നതായിട്ടാണ്. അളിയൻ ഒരുമാതിരി ആക്കി പറയുന്നുണ്ട്. ആനന്ദിനോടാണ് അങ്ങനെ പറയുന്നത്. ദേവി തച്ചിനിരുന്ന് ഇതെല്ലാം അളിയനെ അറിയിച്ച് മറ്റുള്ളവരുടെ ചീട്ടങ്ങ് കീറും. ഇപ്പം നമ്പർ 1 മരുമകൾ പട്ടവും ഹണിമൂൺ ട്രിപ്പും സമ്മാനമായിട്ടങ്ങ് എടുത്ത് വല്ലാത്തൊരു മിടുക്ക് തന്നെയെന്ന് ആക്കി പറയുന്നുണ്ട്. അത് കേട്ട ആനന്ദിന് ഒരു വല്ലാതെ വിളറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആനന്ദിനും ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം എന്തായി തീരുമെന്നുള്ളത് വരും എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.